ആ നീതിപീഠങ്ങളെ പോലും വിലക്കി വാങ്ങാൻ കഴിയുന്ന ശക്തികളാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. ഒന്നും മാധ്യമങ്ങളിലൂടെ വരാൻ പാടില്ല. ആ തരത്തിൽ വന്ന വാർത്തകളെല്ലാം തമസ്കരിക്കുന്നതിന് വേണ്ടി, എടുത്തു കളയുന്നതിന് വേണ്ടി, യൂട്യൂബ് ചാനലുകൾ വരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു സെഷൻസ് കോടതിയുടെ ഒരു ഉത്തരവ് 383 യൂട്യൂബേഴ്സിനെ അവരുടെ യൂട്യൂബ് ചാനലുകൾ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ പറയുന്ന ഗാഗ് ഉത്തരവ് അല്ലെങ്കിൽ മാധ്യമ വിലക്ക് എന്ന് പറയാവുന്ന ആ ഉത്തരവിലൂടെ ധർമ്മസ്ഥലയിൽ പതിറ്റാണ്ടുകൾ നീണ്ട നിഷ്ഠുരതയ്ക്ക് അറുതി കാണുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പിറകിലുള്ള ആളുകൾ ആരൊക്കെ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായ അന്വേഷണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നേതൃത്വത്തിൽ ആ നേത്രാവതി പുഴയുടെ തീരത്തുള്ള കാട്ടിൽ ഈ മഴയത്തും പ്രതികൂലമായ കാലാവസ്ഥയിലും ഒക്കെ പുരോഗമിക്കുമ്പോൾ ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് പുറത്തു വന്നത് കർണാടകയിലെ ഹൈക്കോടതിയിൽ നിന്നുമാണ്. ആ ഉത്തരവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധർമ്മസ്ഥല എന്ന പേരോ അതിന്റെ ധർമാധികാരി എന്നുള്ള നിലയിൽ വീരേന്ദ്ര ഹെഗ്ഡെയുടെ പേരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ പേരോ ഒന്നും മാധ്യമങ്ങളിലൂടെ വരാൻ പാടില്ല. ആ തരത്തിൽ വന്ന വാർത്തകളെല്ലാം തമസ്കരിക്കുന്നതിന് വേണ്ടി, എടുത്തു കളയുന്നതിന് വേണ്ടി, യൂട്യൂബ് ചാനലുകൾ വരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു സെഷൻസ് കോടതിയുടെ ഒരു ഉത്തരവ്. ആ ഉത്തരവിനെ ക്വാഷ് ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഇന്ന് ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും ആളുകൾക്ക് ഇത്തരത്തിൽ വിവരം അറിയുന്നതിനാവശ്യമായിട്ടുള്ള അവകാശം, ഇത്തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ചുള്ള പുരോഗതി ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇത്തരം ഗൗരവമായിട്ടുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ട് അത് ജനങ്ങളിലേക്ക് എത്തുന്നത് തടഞ്ഞ കോടതിയുടെ നടപടിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കർണാടക ഹൈക്കോടതി ഇന്ന് ആ ഉത്തരവ് തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. 383 യൂട്യൂബേഴ്സിനെ അവരുടെ യൂട്യൂബ് ചാനലുകൾ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ പറയുന്ന ഗാഗ് ഉത്തരവ് അല്ലെങ്കിൽ മാധ്യമ വിലക്ക് എന്ന് പറയാവുന്ന ആ ഉത്തരവിലൂടെ കോടതി നടപടി സ്വീകരിച്ചതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് 10,000-ലധികം വരുന്ന URL അടക്കമുള്ള കണ്ടന്റുകൾ, അത് ടെക്സ്റ്റ് ആവട്ടെ വീഡിയോ ആകട്ടെ, ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഈ സീരിയൽ കില്ലിങ്സുമായൊക്കെ ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയ വീഡിയോകളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടന്റുകളെല്ലാം മാറ്റിക്കളയുന്ന തരത്തിൽ, എല്ലാ വാർത്തകളെയും തമസ്കരിക്കുന്ന തരത്തിൽ ഈ ശവശരീരങ്ങളെയൊക്കെ നേത്രാവതിയുടെ തീരത്ത് അല്ലെങ്കിൽ ആ കൊടുങ്കാട്ടിൽ പല ഭാഗത്തായി കുഴിച്ചിട്ടതുപോലെ ഈ ക്രൈമുമായി ബന്ധപ്പെട്ട, ഈ സീരിയൽ കില്ലിങ്സുമായി ബന്ധപ്പെട്ട, ബ്രൂട്ടൽ റേപ്പുമായി ബന്ധപ്പെട്ട, മാസ് പറയലുമായി ബന്ധപ്പെട്ട, ഗാങ് റേപ്പുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം അതേപോലെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടതുപോലെ ഈ വാർത്തകളെയും കുഴിച്ചിടുന്നതിനു വേണ്ടി നിയമ സംവിധാനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് നടത്തിയ പുറത്തു വന്ന ആ ഉത്തരവിനെ ബഹുമാനപ്പെട്ട കർണാടക ഹൈക്കോടതി ഇന്ന് കൊട്ടയിലെറിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത് ആരെയാണോ, ആരുടെ നെഞ്ചിടിപ്പാണോ കൂട്ടുന്നത്, ആരുടെ നെറ്റിയാണോ ചുളിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് വലിയ തോതിൽ വിഷമമുണ്ടാകുന്നത്, അവർ തന്നെയായിരുന്നു ഈ ഉത്തരവിന്റെ പിന്നിലുണ്ടായിരുന്നത്. വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരനായിട്ടുള്ള ഹർഷേന്ദ്ര, അദ്ദേഹമാണ് ഈ പറയുന്ന കേസ് മുന്നോട്ട് പോയിട്ടുള്ളത്. എക്സ് പാർട്ടി വിധി എന്നുള്ള തരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട 383 യൂട്യൂബർമാർ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ വീഡിയോകൾ ചെയ്തത് എന്ന ഒരു ചോദ്യം പോലും ചോദിക്കാൻ അവർക്ക് ഹാജരാകുന്നതിന് അവർക്കൊരു നോട്ടീസ് പോലും സെർവ് ചെയ്യാതെയാണ്, കൊടുക്കാതെയാണ് ഒരു സെഷൻസ് കോടതി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിയമ സംവിധാനത്തെ പോലും അവിടുത്തെ എക്സിക്യൂട്ടീവിന്റെ തലത്തിലുള്ള സ്വാധീനമൊക്കെ ഒരു ഭാഗത്ത് കിടക്കുമ്പോഴും ഏറ്റവും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കടന്നു ചെല്ലാവുന്ന ഏറ്റവും അവസാനത്തെ അത്താണി എന്ന് പറയുന്നത് നീതിപീഠങ്ങളാണ്. ആ നീതിപീഠങ്ങളെ പോലും വിലക്കി വാങ്ങാൻ കഴിയുന്ന ശക്തികളാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് വളരെ വ്യക്തമാണ്. അവരെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിന് വേണ്ടി കോടതിയെ സമീപിച്ചത്. അവർക്ക് ഉത്തരവ് കൈപ്പറ്റുകയും ചെയ്തു. പക്ഷേ അതിന് അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ പോയപ്പോൾ പറഞ്ഞു നിങ്ങൾ ഹൈക്കോടതിയിൽ പോകൂ എന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളോട് പറഞ്ഞു. ശ്രീ വേലന്റെ നേതൃത്വത്തിൽ, അഡ്വക്കേറ്റ് വേലന്റെ നേതൃത്വത്തിലാണ് ഹൈക്കോടതിയിൽ ആക്ഷൻ കമ്മിറ്റി അതിനുവേണ്ടി വാദിച്ചത്. ആ വാദം ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ കീഴ്ക്കോടതിയുടെ ഉത്തരവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്
അതിനെ ചവറ്റുകൊട്ടയിലെറിയുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് പാസാക്കിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കർണാടകയിലെ മാധ്യമങ്ങൾ ഇന്ന് വരെ ഗൗരവമായി ഈ വിഷയത്തെ എടുത്തു കാണുന്നില്ല. ഒരുപക്ഷെ ഈ ഉത്തരവ് കാരണമാകാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ കർണാടകയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ, അപൂർവം ചില യൂട്യൂബ് ചാനലുകൾ ഇതുവരെ ഈ വാർത്തകൾ കൊടുത്തില്ല എന്നല്ല, പക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതിലേക്ക് കടന്നു വരാൻ മടിച്ചു നിൽക്കുന്നു, ഭയപ്പെട്ടു നിൽക്കുന്നു എന്ന് കാണാൻ കഴിയും. അതിനൊരു കാരണം ഒരുപക്ഷെ ഈ ഗാഗ് ഉത്തരവാകാം, അല്ലെങ്കിൽ ഈ മാധ്യമ വിലക്കാകാം. അത് നീങ്ങിയിരിക്കുന്നു. ഇനി ഈ മാധ്യമങ്ങൾ സത്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കൃത്യമായ വിവരങ്ങൾ, അതിന്റെ അപ്ഡേറ്റ്സ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ തയ്യാറാകണം. പ്രതിജ്ഞാബദ്ധമാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയിൽ അതിനവർ തയ്യാറാകണം, അതിന് മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള ജസ്റ്റിസ് ഫോർ ധർമ്മസ്ഥല വിക്ടിംസ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.